വെൽനെസ് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ കൈവച്ച്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, IT മേഖല AI-ന്റെ ഭീഷണിയിലാണെന്ന്. ഒരു കാലത്തും AI വന്ന് ഭീഷണിപ്പെടുത്താത്ത ഒരു സ്ഥലമാണ് വെൽനെസ് കാറ്റഗറി. മനുഷ്യനുള്ളിടത്തോളം കാലം മനുഷ്യന്റെ ആരോഗ്യത്തിന് എന്നും ഓരോ പ്രശ്നങ്ങളും അവിടെ ഇവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ വെൽനെസ് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ നമ്മൾ എന്നും നിർബന്ധിതരായിരിക്കും. നമുക്കും ഉപയോഗിക്കേണ്ടി വരും, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാനും ഉണ്ടാവും. കാരണം വെൽനെസ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ ആയുധം എന്ന് പറഞ്ഞാല്. അതും നല്ലൊരു കിട്ടലാണ് നമുക്ക് കിട്ടി. വെൽനെസ് ഇൻഡസ്ട്രിയിലാണ് നമ്മളെല്ലാവരും എത്തിപ്പെട്ട് മൈ ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്തത് വെൽനെസ് പ്രോഡക്റ്റുകളാണ്. അപ്പോൾ നമ്മളൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനീനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ് നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്തിട്ടത് വെൽനെസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സ്കോപ്പ് ഓഫ് ഫ്യൂച്ചർ ഒരിക്കലും തകരാൻ പോകുന്നില്ല. ഇത് എത്ര വലിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാലും അവർക്കൊന്നും ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മനുഷ്യനുള്ളിടത്തോളം കാലം നമുക്ക് ഇത് വേണ്ടതാണ്. ആരോഗ്യം നിലനിർത്താനും സംരക്ഷിക്കാനും റെഡിയാക്കാനും വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. അപ്പൊ അത്രക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എല്ലാവരും എത്തിപ്പെട്ടതെന്ന് നിങ്ങൾ തിരിച്ചറിയുക. എന്റെ പേര് പരിചയപ്പെടുത്താൻ, ഞാൻ പുതിയതാണല്ലോ ഇവിടെ. എന്റെ പേര് പർവീൻ. ഞാന് കോഴിക്കോട് കുറ്റിക്കാട്ടിനടുത്തുള്ള പൂവാട്ടുപറമ്പ് സ്വദേശിനിയാണ്. അപ്പം പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഇന്ന് 79ാമത്തെ സ്വാതന്ത്ര്യദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പം ഇന്ന് ഞാനും ഒരു പുതിയ ഫീലിംഗ് ആണ്. ഞാൻ ശരിക്കും പറഞ്ഞാലേ എന്റെ സ്വന്തം വീട് കൊടുവള്ളി ആരാമ്പ്രത്താണ്. അപ്പൊ ഞാന് മീറ്റിങ്ങിനായാലും സൂം അറ്റൻഡ് ചെയ്യും എന്നല്ലാണ്ട് സൂമിൽ ഞാൻ ഇവിടുന്ന് സംസാരിക്കാറില്ല. സൂമില് ഗസ്റ്റ് ആയിട്ട് ഇവിടുന്ന് പോകാറില്ല. എന്റെ വീട്ടിൽ പോയാൽ മാത്രമേ മീറ്റിങ്ങിനും പോകും, സൂമിലും ഗസ്റ്റ് ആയിട്ട് പോയി സംസാരിക്കുകയൊക്കെ ഉള്ളൂ. അപ്പൊ എന്നെ തായ്റാമേഡാണെന്ന് ആ ഒരു ബൗണ്ടറി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പ്രചോദിപ്പിച്ച്, അതിനെന്താവരും കിക്കട്ടെ, നീ ധൈര്യമായിട്ട് സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബൗണ്ടറി ഇന്ന് ബ്രേക്കായി. ഞാൻ ഇവിടുന്ന് സൂമിൽ കയറി സംസാരിക്കാനുള്ള ഒരു ധൈര്യം തന്നു. അപ്പൊ ഏതായാലും ഞാൻ ഈ ഓഗസ്റ്റിലേക്ക് കമ്പനി 12 വർഷം തികച്ചപ്പോ MI ലൈഫ് സ്റ്റൈല് 12 വർഷം പൂർത്തിയാക്കി. നമ്മളെല്ലാരും അതെല്ലാം കണ്ടു. അപ്പൊ ഞാൻ ഈ ബിസിനസ്സിൽ ജോയിൻ ആയിട്ട് 3 വർഷം പൂർത്തിയാക്കി. പക്ഷെ ZTC ആവാൻ പറ്റിയല്ലോ, അൽഹംദുലില്ലാ. അങ്ങനെയും വിചാരിക്കാം, അത്രേ ആയുള്ളൂ എന്നും വിചാരിക്കാം. ഒരു കണക്കിന് അങ്ങനെ വിചാരിക്കുന്നതാണ് നമ്മളെ ബിസിനസ്സിൽ വേണ്ടത്. അത്രല്ലേ ആയുള്ളൂ, പോരാ. കാരണം 2 വർഷം കൊണ്ടൊക്കെ NTC ആയവരൊക്കെ നമ്മൾ കണ്ടല്ലേ. അപ്പൊ ഏതായാലും ഇന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസം കൂടിയാണല്ലോ, സ്വാതന്ത്ര്യ ദിനമായുണ്ട്. അപ്പൊ ഈ സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ട് തന്നെ പ്രത്യേകം പറയാനുള്ളതെന്ന് പറഞ്ഞാല് പതാകയിലെ 3 നിറങ്ങൾ മാത്രമല്ലല്ലോ, അതിലൊരു 3 കാര്യങ്ങളൂടെ ഉണ്ട്. സത്യസന്ധതയും നീതിന്റെയും ഐക്യത്തിന്റെയും കൂടെ പ്രതീകമാണ് നമ്മുടെ സ്വാതന്ത്ര്യ പതാക എന്ന് പറഞ്ഞാല്. അപ്പൊ അതൊന്നും ആർക്കും അത്ര അറിയില്ല. പിന്നെ അധികം ഹിസ്റ്ററിയിലോട്ട് ഞാൻ കിടക്കുന്നില്ല. ഈ പണ്ടേ ഹിസ്റ്ററി വലിയ ഇഷ്ടമല്ല. അപ്പൊ എന്തായാലും ഇന്ന് സോണൽ ടീം കോർഡിനേറ്റർ ആവാൻ പറ്റി. പക്ഷെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഒക്കെ വന്നിട്ടാണ് ഞാൻ ഈ ഒരു അച്ചീവ്മെന്റ് ആണെങ്കിലും നേടിയെടുത്തത്. കാരണം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, അധികം GTSനും പ്രോഗ്രാമിനും എന്നെ കാണാത്തത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെയല്ല ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് മുതലേ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഞാൻ എത്താത്തതെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് പ്രതിസന്ധികളുടെ ഇടയിലൂടെയാണ് ഈ ബിസിനസ് ഏറ്റെടുക്കുന്നതും ചെയ്യുന്നതും. എന്റെ വീട്ടിൽ വന്ന് എന്റെ അപ്ലൈൻ ആയിട്ടുള്ള മാലതി മേഡോ അസ്മാബി മേഡോ ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തുന്ന സമയത്ത് ഞാൻ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലിരിക്കുക. ശരിക്കും അവര് വാപ്പാനെ കാണാനാ വീട്ടിൽ വന്ന്. വാപ്പാക്ക് ബിസിനസ് പറയാനും അമ്മക്ക് കുറച്ച് പ്രൊഡക്റ്റ് കൊടുക്കാനും ഇതൊക്കെയാണ് ഒരു ഉദ്ദേശം ശരിക്കും, അല്ലാതെ എന്നെ കാണാൻ വന്നല്ല. അപ്പൊ പ്രൊഡക്റ്റ് ഒക്കെ കേട്ടു. പ്രൊഡക്റ്റിനോടൊന്നും എനിക്ക് അത്ര വലിയൊരു ഇതൊന്നും തോന്നിയില്ല, എന്തോ അറിയില്ല. അങ്ങനെ പ്ലാന് പറഞ്ഞു, ചാർട്ട് പേപ്പർ ഒക്കെ എടുത്ത് പ്ലാനൊക്കെ നല്ല വിശദമായിട്ട് പറഞ്ഞു. ഞാൻ ശരിക്കും ലെഫ്റ്റിലും റൈറ്റിലും 2 ടീമിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആജീവനാന്തം കഴിയാനുള്ള ആ ഒരു ലെവലിലോട്ട് നമുക്ക് മാറാൻ പറ്റുമോ? പറ്റും. അങ്ങനെയാണോ? അങ്ങനെയാണ്. അപ്പൊ എനിക്ക് അതിൽ എന്തോ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നി. അങ്ങനെ ഈ പ്ലാൻ അട്രാക്ട് ചെയ്തിട്ട് വന്നൊരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരും അധികം ഒരു 95% ആയിട്ടുള്ള ആളുകളും നമ്മളെ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കിട്ടിയിട്ട് ഈ ബിസിനസ്സിലോട്ട് വരല്. ഞാൻ ഈ പ്ലാൻ കേട്ടിട്ടാ ശരിക്കും വന്ന് ഈ ബിസിനസ്സിലോട്ട് വന്നത്. കാരണം ഞാനൊരു ബിടെക് എഞ്ചിനീയർ ആണ്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടുണ്ട്. NCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് പഠിച്ചത്. ഡേ സ്കോളർ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. ജാവന്റെ കോഴ്സ് ഒക്കെ ചെയ്തു. ആ സമയത്ത് പ്രഗ്നന്റ് ആയി. അപ്പം എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിന്നുപോയി. അങ്ങനെ അത് കഴിഞ്ഞു. ഞാൻ 2 കുട്ടികളുണ്ട് കേട്ടോ. എനിക്ക് മൂത്ത ആള്
പ്രഗ്നന്റ് ആയി. അത് കഴിഞ്ഞു അവന് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അവന് 2 വയസ്സായ സമയത്താണ് കോവിഡിന്റെ എൻട്രി. അപ്പൊ അതോടെ വീണ്ടും ഞാൻ അതിന്റെ ഇടയിൽ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂ ഒക്കെ പാസ്സായി 15,000 രൂപ സ്റ്റാർട്ടിംഗ് സാലറി തരാന്നൊക്കെ സൈബർ പാർക്ക് എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ഈ കോവിഡ് വന്ന് ലോക്ക്ഡൌൺ ആയി, മൊത്തം ക്ലോസ് ആയി, എനിക്ക് പോകാൻ പറ്റിയില്ല. ഈ കോവിഡ് കഴിഞ്ഞ സമയത്താണ് രണ്ടാമത്തെ മോന് ഉണ്ടാവുന്നത്. ഇവന് ജനിച്ച ശേഷമാണ് ഈ സംഭവം ഞാൻ കേൾക്കുന്നത്. മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഹിസ്റ്ററി മാത്രല്ല ആ ഒരു ഏരിയ ഫുള്ളും ഞാൻ അത്ര ഹ്യൂമാനിറ്റീസും കൊമേഴ്സിനോടൊന്നും താല്പര്യമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ആദ്യമായിട്ട് അപ്ലൈ കേൾക്കുന്നത്. പിന്നീട് ഗൂഗിൾ ഉണ്ടല്ലോ, നമുക്ക് എന്ത് സംശയം വന്നാലും ചോദിക്കാനും പറയാനും അറിയാനൊക്കെ. ഗൂഗിൾ ചെയ്തു കാര്യങ്ങളൊക്കെ അറിയാനും പഠിക്കാനൊക്കെ തുടങ്ങി. യൂട്യൂബിൽ ഓരോ ലിങ്കുകളൊക്കെ അവർ ഷെയർ ചെയ്ത് തരും. പിന്നെ അതിന്റെ ബാക്കി നമുക്ക് എടുക്കാൻ അറിയാലോ. അതെടുത്ത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസും അങ്ങനെ ഓരോന്ന് കേൾക്കാനും സൂം മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അതിന്റെ ഫലമായിട്ട് ഇതിന്റെ ഒരു ഫ്യൂച്ചർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം ഞാൻ ആ ബിടെക് അതിന്റെ പുറകെ പോയി കഴിഞ്ഞാലും ഞാൻ ശരിക്കും അന്ന് ജോയിൻ ചെയ്തത് മോന് ഒരു 2-3 വയസ്സാവണമെങ്കിൽ ജോലിക്ക് പോകണമെങ്കിൽ. അതുവരെ വെറുതെ ഒരു പാർട്ട് ടൈം, ഒരു പോക്കറ്റ് മണി അഥവാ കിട്ടാണെ കിട്ടട്ടെ, അത്രേ വിചാരിച്ചുള്ളൂ. അങ്ങനെയാണ് ഈ ബിസിനസ്സിലോട്ട് കടന്നു വരുന്നത്. അല്ലാണ്ട് ഇതിന്റെ ഒരു സീരിയസ്നെസ്സോ വലിപ്പമോ ഒന്നും മനസ്സിലായിട്ടില്ല, ഫ്യൂച്ചറും അറിയില്ല. അങ്ങനെ ഞാൻ പിന്നെ ഈ സൂം മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളൊക്കെ കുറേശ്ശെ അറ്റൻഡ് ചെയ്യാനൊക്കെ തുടങ്ങി. ഇതിന്റെ ഒരു ഫ്യൂച്ചറും വലിപ്പമൊക്കെ എനിക്ക് മനസ്സിലായി. അതോടെ മെല്ലെ ബിടെക്കിനെ എന്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാല് ഞാൻ ആ ഒരു ഏരിയയിൽ ജോലി ചെയ്യാൻ ഇന്ന് എനിക്ക് ഇഷ്ടമല്ല. കാരണം IT മേഖല നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ ഒരുപാട് പേര് ഉള്ളതല്ലേ. അപ്പൊ ഇന്ന് ആണെങ്കിലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭീഷണിയിലാണ് IT മേഖല. എനിക്ക് 3 ബ്രദേഴ്സ് ഉണ്ട്, എല്ലാവരും IT ഫീൽഡിലാണ്. രണ്ടാമത്തെ ബ്രദർ ബാംഗ്ലൂരിൽ SAP എന്ന് പറഞ്ഞിട്ട് വലിയൊരു കമ്പനിയിലാണ്, മൾട്ടിനാഷണൽ കമ്പനിയിലാണ്. അവൻ പറയുന്നുണ്ട് അവന്റെ കമ്പനിയിൽ നിന്ന് ഒരുപാട് ആളപ്പോ പിരിച്ചുവിടാണ്. കാരണം AI വന്നതോടുകൂടി അവരുടെ ജോലിക്ക് ഭീഷണിയാണ്, ജോലി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓവറോൾ IT മേഖല ഇന്ന് AIയുടെ ഭീഷണിയിലാണ്. അപ്പം അതൊക്കെ മനസ്സിലാക്കി ഇപ്പൊ ഞാൻ അതും കൂടെ തിരിച്ചറിയുന്നു. അത് ഇത്ര കാലം അറിയില്ലായിരുന്നു. കാരണം ഞാൻ വിചാരിക്കല് 4-5 വർഷം അവിടെ വർക്ക് ചെയ്താൽ 50,000 ഒരു 80,000 രൂപ, 1 ലക്ഷത്തിൽ താഴെ അല്ലാണ്ട് കോഴിക്കോട് നിന്ന് എനിക്ക് സാലറി വാങ്ങാൻ പറ്റില്ല. അല്ലെ കാക്കമാരെ പോലെ ബാംഗ്ലൂർക്കും പുറത്തേക്കൊക്കെ പോകണം. അതിനെനിക്ക് സാഹചര്യം, എന്റെ ഹസ്ബൻഡ് നാട്ടിലാണ്, ചെറിയ കുട്ടികളാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഇട്ടിട്ട് പോകാനൊന്നും പറ്റില്ല. അപ്പം അതെനിക്ക് മനസ്സിലായി. അവിടെ നിന്നായാൽ ഒരു 80,000 1 ലക്ഷത്തിൽ താഴെയുള്ള സാലറിയെ വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു 5-6 വർഷം മൈ ലൈഫിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2,10,000 വരെ വാങ്ങാൻ പറ്റിയ ഒരു കമ്പനിയാണ്. ആ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറ്റിയൊരു കാര്യമാണെന്നുള്ളത് അപ്പൊ എനിക്ക് ബോധ്യായി. അപ്പൊ അതോടെ തന്നെ ഇതിനെ ഫസ്റ്റ് പ്രയോറിറ്റി മൈ ലൈഫ് സ്റ്റൈലിന് കൊടുത്ത് ഇതിനെ ഏറ്റെടുക്കാനും കാര്യങ്ങൾ ചെയ്യാനും തീരുമാനിച്ചു. ഓരോന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് ഇപ്പോഴും പറ്റുന്ന മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. എല്ലാത്തിനും എല്ലാ ആഴ്ചയും GTSനൊന്നും പോകാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ബാക്കി ഒരു ഇതൊക്കെ ഇൻഷാല്ലാ അടുത്ത കൊല്ലായാലും അവന് LKG ചേർത്താൻ ആയല്ലോ. അപ്പൊ പിന്നെ എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുന്നു. എന്നാലും ടീമിന്റെ ആ ഒരു എന്താ പറയാ, അവരുടെ ഒരു സ്നേഹവും ഇതുള്ളതുകൊണ്ട്, ആ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഈ ZTC ആവാൻ പറ്റിയത് ശരിക്കും പറഞ്ഞാല്. കാരണം ഫുൾ ടൈം ഒരു ലീഡർ ഫുൾ ടൈം ഞങ്ങളെ കൂടെ വേണമെന്നൊക്കെ വിചാരിക്കുന്ന ടീമുകളുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇതുപോലും എത്തൂലായിരുന്നു. ശരിക്കും പറഞ്ഞാല് ഈ മാലതിമേട് ഉസ്മാനിമേട് അവരെല്ലാവരും കോമൺ വീക്ക് സൈഡിലായിരുന്നു ഐഡിയ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ കോമൺ പവറിലെ ലീഡറാ. അപ്പൊ ആ ഒരു ലെവലിലോട്ട് ഉയരാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റി. ഇന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല. കാരണം ശരിക്കും ഇവർക്കൊക്കെ വീക്ക് സൈഡ് വേറെ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയെന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. വേറെ ഒരു കാര്യം കൊണ്ടല്ല. ഇതിനിടയിൽ TC റാങ്കിൽ എത്തിയപ്പോൾ തന്നെ എനിക്കൊരു ആക്റ്റീവ് 125 വാങ്ങിക്കാൻ വേണ്ടി സാധിച്ചു. അത് കഴിഞ്ഞ് ഞാന് പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റ് വാങ്ങി. ഈ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ലാപ്ടോപ്പോ ടാബ്ലറ്റോ വാങ്ങണം. ലാപ്ടോപ്പ് അന്നൊരു പഴയത് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ടാബ്ലറ്റ് വാങ്ങി. അത് കഴിഞ്ഞ് ഞാൻ 12,000 രൂപയുടെ ഒരു മിക്സി വാങ്ങിച്ചു. ഇപ്പോ എന്റെ ഫോൺ ഒന്ന് ചേഞ്ച് ആക്കി ഗാലക്സി S24 അൾട്രയിലോട്ട് മാറ്റാൻ പറ്റി. അപ്പൊ ഓരോ അച്ചീവ്മെന്റ് സ്വന്തമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാല് ഹസ്ബൻഡ് വാങ്ങിത്തരുന്നതിനപ്പുറം നമുക്ക് സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാന്ന് ഭയങ്കര ഒരു അഭിമാനമുള്ള കാര്യമാണ്. എന്റെ ചെറിയൊരു ഗോൾഡ് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് ഈ മൈ ലൈഫ് സ്റ്റൈലിലെ ഈ ഒരു ഫ്യൂച്ചറിലെ ഇതിന്റെ ഒരു പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം തരുന്നത്.
അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും എല്ലാ സാധാരണക്കാരനും ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് അവസരമാണ് നമ്മളെ മൈ ലൈഫ് സ്റ്റൈലിന്റെ ബിസിനസ് അവസരം. അപ്പൊ ഈ ആഴ്ചയിൽ 2 ദിവസത്തിന്റെ ടീം ഫുള്ള് ഈ കൊടുവള്ളി ഭാഗത്താ കൂടുതലുള്ള. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കോട്ടപ്പറമ്പ് ഭാഗത്ത് ടീമൊന്നും അങ്ങനെയില്ല. എന്റെ നാട്ടിലും അവിടെ ഒക്കെ ആയിട്ടാ. അപ്പൊ ഞാൻ ആഴ്ചയിൽ 2 ദിവസം എന്റെ മോന് സ്കൂളില്ലാത്ത സമയത്തൊക്കെ വീട്ടിൽ പോയിട്ട് അവരെന്റെ ഉമ്മാന്റെയും ഉപ്പാന്റെയും അടുത്ത് വെച്ചിട്ടാണ് ടീമിനെ പോയി നോക്കുന്നതും ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതും ഒക്കെ. അതുപോലെ GTS എടുക്കാനൊക്കെ പഠിച്ചത് സൂമിലൂടെ ശരിക്കും. അത് കഴിഞ്ഞേരം ഫിസിക്കലായിട്ടും എടുത്തുട്ടോ. പക്ഷെങ്കിലും എല്ലാത്തിനും അപ്പൊ നമുക്ക് ഒരുപാട് നമുക്ക് നേടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് പോലും ഇത് ചെയ്യാൻ പറ്റിയൊരു ബിസിനസ് ആണെന്നാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നുവെച്ചാൽ പലരും ചെറിയ കുട്ടികളുണ്ട്, അതും ചെറിയ കുട്ടികളുണ്ട് എന്ന് പറയെങ്കിലും പറ്റ ചെറിയ കുട്ടികളൊന്നും അയക്കൂല. ചിലപ്പം 8ലും 10ലൊക്കെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ടായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ എങ്കിലും അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞു നിന്ന് കഴിഞ്ഞാല് നമ്മൾ ഈ ബിസിനസ്സിൽ എവിടെ എത്താൻ പോകുന്നില്ല. നിങ്ങൾ മാക്സിമം എക്സ്ക്യൂസസിനെ ഒഴിവാക്കുക. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ പറ്റുന്നത് ചെയ്യുക. അപ്പം നമുക്കുള്ള വിജയം ബാക്കിയുള്ളത് പഠിച്ചോൻ കൊണ്ടുതരും. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മളൊരു കാര്യത്തിന് വേണ്ടി അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട റൂട്ടിലോട്ട് നമ്മളെ എത്തിക്കും. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ. പിന്നെന്ന് പറഞ്ഞാല് ഈ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ റിസ്ക് തന്നെയായിരുന്നു ഈ കുട്ടികളെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാല്. ഒരു മീറ്റിങ്ങിനായാലും ബേബി ചെറിയ കുഞ്ഞു ആവായ സമയത്തൊക്കെ പാല് കൊടുത്ത് ഉറക്കിയിട്ട് പോയിട്ട് ആ ഒരു സമയം ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് ഉമ്മാനെ വിളിച്ചിട്ട് ഉമ്മ വിളിക്കുമ്പോൾ കൃത്യം വീട്ടിലെത്തുന്ന ആ ഒരു രീതിയിൽ വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സിസേറിയൻ ഒക്കെ ആണ്, പക്ഷെങ്കിൽ ഒരു 3 months പോലും ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഒരു ഇങ്ങനെ വിളിക്കും മീറ്റിങ്ങിനും ട്രെയിനിങ്ങിനൊക്കെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു സമയം മുതൽക്കേ കുറേശ്ശെ അടുത്തടുത്തുള്ള ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ലെവലിലോട്ട് എത്തിയത്. അപ്പൊ എല്ലാ ആഴ്ച ഇൻകം തന്നെ നമ്മൾ പിന്നെ ഈ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഏതൊരു മേഖലയിലാണെങ്കിലും നമ്മൾ ചെയ്യാന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു മോട്ടിവേഷൻ എന്താ? ഇൻകം ആണ്. നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോ ഏതായാലും ഇത് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഏകദേശം ഒരു 10 മാസം എടുത്തിട്ടുണ്ട് ടീം കോർഡിനേറ്റർ ആവാൻ വേണ്ടിയിട്ട്. കാരണം അങ്ങനെ പോകാനും വർക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ഈ ടീം കോർഡിനേറ്റർ ആവാനുള്ളതാണല്ലോ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം ടീമിനൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ടീം കോർഡിനേറ്റർ ആവണ്ടേ. അത് ബാക്കിയുള്ളത് ടീമിനെ മെയിൻറ്റെയിൻ ചെയ്താൽ ആവും. മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് വലിയൊരു കാര്യം. പിന്നീട് 4 മാസം കൊണ്ട് ATC, അടുത്ത 4 മാസം കൊണ്ട് DTC, അടുത്ത 7 മാസം കൊണ്ട് ZTC, അങ്ങനെയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. അതിനിടയിൽ ലോയൽറ്റി ബോണസ് വാങ്ങിക്കാൻ വേണ്ടി പറ്റൂ, സ്റ്റാർ ലോയൽറ്റി വാങ്ങിക്കാൻ വേണ്ടി പറ്റൂ. ഇപ്പൊ ZTCയിൽ വീണ്ടും ZTCന്റെ ലോയൽറ്റി ZTC ആയി 1ാമത്തെ മാസം വാങ്ങിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ മാസവും ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ലോയൽറ്റി ബോണസ് ഉണ്ട്. അപ്പൊ ഇനി സ്റ്റാർ ലോയൽറ്റി എത്തിയിട്ടില്ല, 2 മാസം കൂടിയിട്ടോ വേണമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ പിന്നാണ് നമ്മള് ഇതിങ്ങനെ ആ ഒരു ഇൻകം തന്നെ നമുക്ക് മോട്ടിവേറ്റഡ് ആയിരിക്കും. അപ്പൊ എല്ലാരും എല്ലാ ആഴ്ച എത്ര ചെറിയ റാങ്കിലാണെങ്കിലും ഇൻകം ഉറപ്പിക്കുക. ഞാൻ ശരിക്കും പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി, വേറൊരു ചെറിയ ഹിസ്റ്ററി കൂടി ഉണ്ട്. ഞാൻ ശരിക്കും ഒരു ഏപ്രിൽ മെയ് സമയത്ത് ഈ ബിസിനസ്സിൽ ജോയിനായിട്ടുണ്ടായിരുന്നു 2022. അപ്പോ എന്റെ ഐഡിയ അടിച്ചത് വേറൊരാൾ, എന്റെ അടുത്ത വീട്ടിലുള്ള താത്തന്റെ വീക്ക് സൈഡിലാണ് എനിക്ക് ഒരു ഐഡിയ അടിച്ചത്. അവർ കുറെ കാലമായിട്ട് പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്ന ഒരാൾ, അവർ ഒരു യൂസർ മാത്രമാണ്, അവർക്ക് ഒരുപാട് പവർ ഉണ്ട്. അപ്പൊ ഈ വീക്ക് സൈഡിൽ ഇന്നിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഇൻകം കിട്ടല്ലോ എന്ന് വിചാരിച്ച് അറിയാണ്ട് ലീഡേഴ്സ് ആരോ ഒരു അബദ്ധം പറ്റിപ്പോയതാ. അപ്പോ കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ എല്ലാ ആഴ്ചയും യൂടാപ്പ് വിന്നർ ആവും. അന്ന് ഞങ്ങളെ ടീമിൽ ഉണ്ടായിരുന്ന ഒരു കോൺടെസ്റ്റ് ആണ് യൂടാപ്പ് വിന്നർ. യൂടാപ്പ് വിന്നർ എന്ന് പറഞ്ഞാല് മിനിമം 7500 രൂപന്റെ പർച്ചേസ് നടക്കണം. അപ്പൊ എനിക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആഴ്ചയിൽ ഇൻകം വരിക. കാരണം ഒരാഴ്ച ഞാൻ ഒരു ഭാഗത്തൂടെ യൂടാപ്പ് വിന്നർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മറ്റേ ഭാഗത്തൂടെ അടിക്കുക. അപ്പൊ എങ്ങനെ ഞാൻ ഈ പ്രൊഡക്റ്റ് റീറ്റെയിൽ ആക്കിയെന്ന് വെച്ചാൽ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടു കേട്ടോ. അല്ലാതെ വീട്ടിൽ നിന്ന് അന്നേരം പുറത്തൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. അപ്പം എന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും അങ്ങനെ കുറച്ച് പേരെ ആഡ് ചെയ്തു. അവരും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു ചെറിയ പേജ് ഉണ്ടാക്കി. ഇപ്പൊ ഒന്നും യൂസ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടില്ല. വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് തീരെ യൂസ് ചെയ്യാൻ സമയം കിട്ടാറില്ല. അപ്പം ആ ഒരു ലെവലിലാണ് സ്റ്റാർട്ടിങ്ങിൽ ആളുകളിലോട്ട് ഈ ബിസിനസിനെയും പ്രൊഡക്റ്റിനെയും ഞാൻ എത്തിച്ചത് എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങളെ ഫാമിലിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഞാൻ ഇന്ത്യ ഷോപ്പിന്റെ സൈറ്റിൽ പോയിട്ട് വീഡിയോയും ഫോട്ടോസും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് മലയാളത്തില് ഡോക്ടർ അഞ്ജിതന്റെ പ്രൊഡക്റ്റ് ട്രെയിനിങ് യൂട്യൂബിൽ പോയി കേൾക്കും.
എന്നിട്ട് എനിക്ക് മനസ്സിലായ കാര്യം വെച്ചിട്ട് മലയാളത്തിൽ ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയും ഒരു ഒരു അടിക്കുറിപ്പ് എഴുതി ഉണ്ടാക്കിയിട്ട് അത് അറ്റാച്ച് ചെയ്തിട്ടാണ് ആ ഗ്രൂപ്പിൽ അന്നൊക്കെ വിട്ടിരുന്നത്. അപ്പൊ അങ്ങനെ കാണാന്ന് റീറ്റെയിലിന്റെ റീറ്റെയിൽ ഭാഗത്ത് നിന്ന് നടന്നത്. അപ്പൊ ആ ഒരു എന്നിട്ടും എല്ലാ ആഴ്ചയും ഈ യൂടാബ് വിന്നർ അടിക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പൊ ലീഡേഴ്സ് അന്വേഷിച്ചു എല്ലാ ആഴ്ചയും യൂടാബ് വിന്നർ അടിക്കുന്ന പറവിന് ഇനി സ്റ്റാർ ആയിട്ടേ ഉള്ളൂ, എന്താ എത്താത്തത്? അപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരാളെ വീക്ക് സൈഡിലാണ്, അവര് മീറ്റിങ്ങിന് വരില്ല, അവർക്ക് വീട്ടിൽ നിന്ന് ഹസ്ബൻഡിന്റെ പെർമിഷൻ ഇല്ല എന്നൊക്കെ. അപ്പൊ അവരപ്പോഴേക്കും കോർഡിനേറ്റർ റാങ്കിലും എത്തി. ആ ആ ഒരു ലെവലിന് പിന്നീട് മാറ്റിയടിച്ചതാണ് ഈ ഓഗസ്റ്റില് ID. അവിടെ നിന്നാണ് പിന്നീട് പ്രയാണം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ടും ഞാൻ ആരെയും കുറ്റമൊന്നും പറഞ്ഞില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം എന്റെ ലീഡേഴ്സിന് ഇന്നുണ്ട്. നമ്മളെ ലീഡേഴ്സിനോട് എത്രത്തോളം അവരെ നമ്മൾ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമ്മളെ അസോസിയേറ്റ് നമ്മളോട് ഷൗട്ട് ചെയ്യും. നമ്മൾ അവർക്ക് റെസ്പെക്ട് കൊടുത്ത് അവരോട് അതിൻ്റെതായ രീതിയിൽ അവർക്ക് പറ്റിയ തെറ്റുകളെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, നമുക്കൊരു മിസ്റ്റേക്ക് വന്നാൽ നമ്മളെ അസോസിയേറ്റ് നാളെ നമ്മളെ അംഗീകരിക്കും. അതിന് പ്രായമോ വയസ്സോ ഒന്നും അവര് നോക്കൂല. കാരണം ലീഡർ ആണ് എന്നുള്ള ആ ഒരു ബഹുമാനവും നമുക്ക് കിട്ടും, ആ ഒരു അവരെ നമ്മളെ അംഗീകരിക്കുകയും ചെയ്യും. അപ്പൊ ഈ രണ്ട് കാര്യവും മൈ ലൈഫിൽ അത്യാവശ്യമാണ്. നമ്മളെ അപ്ലയൻസിനെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക, അസോസിയേറ്റിനെ സ്നേഹിക്കുകയും ചെയ്യുക. അപ്പൊ അസോസിയേറ്റ്സിന് നമ്മൾ സ്നേഹം കൊടുക്കുക, നല്ലോണം അവരുടെ കാര്യങ്ങളൊക്കെ, അവരുടെ പേഴ്സണൽ കാര്യങ്ങളും ചോദിക്കാനും പറയാനും അതിലൊക്കെ മാന്യമായ രീതിയിൽ ഇടപെടാനൊക്കെ ഉള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാല് നമ്മളെ ബിസിനസ്സിലും അവര് ആ ഒരു ഏറ്റെടുക്കലുണ്ടാവും. ഇന്നിപ്പോ ഈ ZTC റാങ്കിൽ ഞാൻ കടന്നു വന്ന് ഏതാനും ഒരു 2 മാസം കഴിയാണ് TDFന്റെ ടീം ഡെവലപ്മെന്റ് ഫണ്ട് വന്നത്. ശരിക്കും പറഞ്ഞാല് ഇത് 2 വീക്കില് കിട്ടിയിട്ടില്ല. എന്നാലും ബാക്കി എല്ലാ വീക്കും ഞാൻ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ TDF റെഡിയാ. ഇവിടെ എന്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡന്റ് പറ്റി. അന്നാണ് ഒന്നാമത്തെ TDFന്റെ ദിവസം. പെരുന്നാളിന്റെ തലേന്ന് രാത്രി വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച ആണ് ഒന്നാമത്തെ TDF ക്ലോസ് ചെയ്യുന്ന ദിവസം. പക്ഷെ എന്റെ ടീം അവിടെ എന്നെ TDF അടുപ്പിച്ചിരുന്നു, ഞാനത് അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഞാനിത് പറ്റിയതൊക്കെ കേട്ടപ്പോ എന്റെ ഇത് മാറിപ്പോയെങ്കിലും പക്ഷെ അവരവിടെ എനിക്ക് TDF ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ലെവലിൽ നമ്മുടെ ടീമിന് ഒരു സ്നേഹവും കെയറിങ്ങും ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് അവര് നമുക്ക് എന്താ പറയാ അപ്ലൈന് കിട്ടല്ലോ, അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു തോന്നൽ അവർക്ക് വരില്ല. എനിക്കും വേണ്ടി വർക്ക് ചെയ്യുന്നു, അപ്ലൈനും കിട്ടണം, കിട്ടിക്കോട്ടെ, അത് അവരുടെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അവർക്കും കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു ലെവലിലോട്ട് അവരുടെ ചിന്ത വരാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അവര് എല്ലാ ആഴ്ചയും എനിക്ക് TDF ഒക്കെ വാങ്ങി തരുന്ന എന്റെ ടീമിനൊക്കെ ഞാൻ ഈ അവസരത്തിലും പ്രത്യേകം നന്ദി പറയാണ്. ആ ഒരു ലെവലിൽ ഇൻകം വാങ്ങിക്കാനും ഓരോ അച്ചീവ്മെന്റുകൾ നേടാനും എല്ലാ മാക്സിമം അച്ചീവ്മെന്റുകൾ നേടാൻ, ഞാൻ മീറ്റിങ്ങിനും ട്രെയിനിങ്ങിനും എത്തിയില്ലെങ്കിലും അച്ചീവ്മെന്റുകൾ ഓരോ തവണയും ഓരോ കോൺടെസ്റ്റുകൾ ഉണ്ടെങ്കിലും ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അത് നേടാൻ വേണ്ടിയിട്ട് ഞാൻ അതിയായി ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്ററിലൂടെയാണ് ശരിക്കും ഞാൻ ടീമിലും എല്ലായിടത്തും ഫേമസ് ആവാൻ തന്നെ തുടങ്ങിയത്. അല്ലാണ്ട് ഓരോ സ്ഥലത്ത് ചെന്നിട്ട് പരിചയപ്പെടാനും എത്തിപ്പെടാനും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ സാഹചര്യം കുറവായതുകൊണ്ട് തന്നെ ഈ പോസ്റ്ററിലൂടെയാണ് ഫേമസ് ആയത്. അപ്പൊ നിങ്ങൾ അച്ചീവ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരാളെയും ബാക്കിയുള്ളവർ ശ്രദ്ധിക്കും. അതുകൊണ്ട് നിങ്ങൾ അച്ചീവ്മെന്റുകളെ ക്രിയേറ്റ് ചെയ്യാനും അച്ചീവ്മെന്റുകളൊക്കെ നേടിയെടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമം നിങ്ങൾ നടത്തുക. പിന്നെ ടീമിൽ നമ്മൾ റെഗുലറായിട്ട് പോസ്റ്റർ ഇടുകയും താഴെ താഴെ വരുന്ന റാങ്കിലുള്ളവരൊക്കെ റെക്കഗ്നൈസ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും. കാരണം ഏതൊരു ജോലിയിലുള്ള ആളായിരുന്നെങ്കിലും റെക്കഗ്നീഷൻ അങ്ങനെ കിട്ടിയിട്ടുണ്ടാവില്ല. സ്കൂളിൽ പോകുന്ന സമയത്തായാലും കോളേജിലായാലും ജോലിയുള്ള ആളാണെങ്കിലും റെക്കഗ്നീഷൻ അങ്ങനെ എവിടെയും കിട്ടാറില്ല. അപ്പൊ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് ഒരു അംഗീകാരം കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ചിലർക്ക് പൈസ കിട്ടുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ് ഈ അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാല്. അപ്പൊ ആ ഒരു ലെവലിൽ നമ്മൾ എല്ലാരും റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഇതെടുക്കാം. പിന്നെന്ന് പറഞ്ഞാല് നമുക്ക് എത്ര എത്ര വലിയ പ്രതിസന്ധികളായാലും നമ്മൾ അതിനെ മറികടന്നിട്ട് ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ വിജയത്തിലേക്കുള്ള അടുത്ത ഒരു അടുത്തൊരു ഇതെന്ന് പറഞ്ഞാല് ടേണിംഗ് പോയിന്റ്. എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ എനിക്ക് ചെറിയ കുട്ടികളെ പ്രശ്നം എന്നല്ലേ, നിങ്ങൾ ഓരോരുത്തരെടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലർക്ക് പ്രായത്തിന്റെ ആവാം, ചിലർക്ക് വീട്ടിലെ ആവാം, ഹസ്ബൻഡിന്റെ വൈഫിന്റെ സപ്പോർട്ടിന്റെ പ്രശ്നമാവാം. വീട്ടിലെ സപ്പോർട്ട് നല്ലോണം വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് വീട്ടുകാരെ GTSന് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നല്ല സൂം മീറ്റിംഗ് ഒക്കെ വീട്ടിൽ തുറന്നിക്കുക, അല്ലെ നല്ല യൂട്യൂബ് വീഡിയോസ് ഒക്കെ എല്ലാവരും ഉള്ളപ്പം ഓപ്പൺ ചെയ്ത് വെക്കാം. ആ ഒരു രീതിയിൽ അപ്പൊ അവര് ഏതെങ്കിലും പോയിന്റ് നമ്മൾ ഒറ്റയ്ക്ക് കേൾക്കുന്ന രീതിയിൽ തുറന്നു വെച്ചാൽ മതി. പക്ഷെ അവര് കേട്ടോളും. കാരണം എന്താ, അവര് നമ്മളെന്തോ ചെയ്യുന്നുണ്ട്, അതെന്താന്ന് അവർക്ക് അറിയേണ്ടി വരും. പക്ഷെ എങ്കിലും നമ്മൾ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും. അപ്പൊ അവര് കേൾക്കുന്ന രീതിയിൽ അവരുടെ ഓപ്പൺ ചെയ്ത് വെച്ചാല് നമ്മളെക്കാൾ നല്ലോണം അവര് ശ്രദ്ധിക്കും. അങ്ങനെ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഐഡിയ എടുക്കാം.
അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് ഹസ്ബൻഡ്സിന്റെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാണ്ട് ലേഡീസിന് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പറഞ്ഞല്ലോ, എനിക്ക് 3 ആങ്ങളമാരുണ്ടെന്ന്. ഓരോ ഭാഗത്തു നിന്ന് ഇനിയും എനിക്ക് അങ്ങോട്ട് ഫുൾ സപ്പോർട്ട് ഇനിയും കിട്ടിയിട്ടില്ല. പിന്നെ അത്രയും പഠിപ്പിച്ചതല്ലേ, പഠിച്ചത് ഇങ്ങനെ അവർക്ക് ശരിക്കും ഞാൻ സോപ്പും പേസ്റ്റും അല്ല വിൽക്കുന്നത്, സ്കോപ്പും ഫ്യൂച്ചറും ആണെന്ന് അറിയില്ല. ഇത് സോപ്പും പേസ്റ്റും വിൽക്കുന്ന ബിസിനസ് അല്ല, സ്കോപ്പും ഫ്യൂച്ചറും ആണ് നമ്മൾ വിൽക്കുന്നത്. നമ്മൾ അവസരമാണ് വിൽക്കുന്നത് ശരിക്കും. അപ്പൊ അവസരത്തെയാണ് നമ്മൾ സെയിൽ ചെയ്യാൻ ശ്രമിക്കേണ്ടതും. അല്ലാതെ പ്രൊഡക്റ്റിനെ സെയിൽ ചെയ്യണം, പക്ഷെങ്കിലും അതിനേക്കാൾ ഉപരി നമ്മൾ അവസരത്തെയാണ് സെയിൽ ചെയ്യേണ്ടത്. അപ്പൊ ഈ അവസരത്താണ് ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്കറിയില്ല. അവര് ഈ സോപ്പും പേസ്റ്റും വിൽക്കുകയാണോ, അല്ലെ ഇതിങ്ങനെ വിറ്റുകൊണ്ട് നടക്കുകയാണോ, പഠിച്ചത് എവിടെ എത്തിക്കണ്ടേ, ആ മേഖലയിലോട്ട് ജോലിക്ക് പോകണ്ടേ, ആ ഒരു ലെവലിലാണ് ഇപ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് എനിക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞാല്. അത് ആറ്റിറ്റ്യൂഡിന് കുറച്ചുകൂടെ കഴിയുമ്പോൾ ചേഞ്ച് ആവും. പക്ഷെ എന്റെ അച്ചീവ്മെന്റുകളൊക്കെ അവര് കാണുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, പൈസ കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, ഫാമിലിയിലും ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഒരു വില വേണമെങ്കിൽ നീ എന്നും ജോലിക്ക് പോകുന്ന ഒരാളാണ്. അത് നീ വീട്ടിലിരുന്നാലും നിനക്ക് പൈസ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷെങ്കിൽ നമുക്ക് ഒരു വാല്യൂ വേണമെങ്കിൽ നമ്മൾ പോകുന്ന ആളായിരിക്കണം. വീട്ടിലിങ്ങനെ ഒതുങ്ങി കൂടി നിന്ന് കഴിഞ്ഞാൽ അത് കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് മോനെ എവിടെയെങ്കിലും ഒന്ന് ചേർത്തട്ടെ, ഞാൻ ഇവിടുന്നും ജോലിക്ക് പോകുമ്പോൾ അല്ലെ അതിലുപരിയായിട്ടോ ഞാനും ഇറങ്ങാൻ റെഡിയാണ്, പറ്റാത്തോണ്ടല്ലേ. അപ്പൊ ഞാൻ പോവും എന്നുള്ള ലെവലിൽ ഇങ്ങനെ പറഞ്ഞ് കാക്കമാരെങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൺവിൻസ് ആക്കി നിൽക്കുക ഞാൻ. അപ്പൊ ഇനി ഇതിലും വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ എനിക്ക് അവരുടെ അടുത്തുനിന്ന് ആ ഒരു അംഗീകാരം കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള, അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഈ എന്തെങ്കിലും ഒരു ട്രബിൾ ശരിക്കും വേണം. എനിക്ക് അങ്ങനെ ഒരു ഇതിന്റെ മനസ്സിലുണ്ട്. കാരണം ബിടെക് ചെയ്തിട്ട് ഒരു ജോലിക്ക് പോയിട്ട് കിട്ടുന്നേക്കാളും കൂടുതൽ ഇവിടെ നിന്ന് കിട്ടും. അല്ലെ അവരെനിക്ക് കൊടുത്ത ഫീസ് എനിക്ക് ഒരാഴ്ച കൊണ്ട് വാങ്ങിയെടുക്കാൻ പറ്റും. അതങ്ങോട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരും കൺവിൻസ് ആവുന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഓരോ ഒരു ഇത് വേണം, എന്തെങ്കിലും ട്രബിൾ വേണം. എല്ലാ കാര്യവും റെഡി ആയ ഒരാള്, അയാൾക്ക് ഫ്രീഡം ഉണ്ട്, സാമ്പത്തികം ഉണ്ട്, ആരോഗ്യമുണ്ട്, ഇതെല്ലാം ഉള്ള ആളാണെങ്കിൽ ചിലപ്പോ അത്ര അങ്ങോട്ട് വേഗം പോയിക്കോളന്നില്ല. അവർക്ക് സ്പീഡ് കുറവായിരിക്കും. അവർക്ക് ബിസിനസ് ചെയ്യാൻ വലിയൊരു താല്പര്യം ഉണ്ടാവില്ല. കാരണം അവർക്ക് പൈസയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ആരോഗ്യമുണ്ട്, എവിടെ എല്ലാം ഉള്ള ഒരാൾ എന്ന് പറയുമ്പോൾ അവരെ കിട്ടാൻ ഭയങ്കര, പിന്നെ അവർ ഈ ഭാവിനെ കുറിച്ച് ചിന്തിക്കണം. അയ്യൂബ് സാറൊക്കെ എക്സ്പീരിയൻസ് പറയുന്ന മാതിരി അങ്ങനെ ചിലര് ചിന്തിക്കൂല. ഞാൻ ഇല്ല എന്റെ ഫാമിലിക്ക് എന്ത് കിട്ടുമെന്നൊന്നും എല്ലാരും ഒന്നും ചിന്തിക്കൂല. എനിക്ക് ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകണം എന്നാണ് അധിക പേരും അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ് നമുക്ക് ഈ മൈ ലൈഫിൽ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പോവാനും മുന്നേറാനും ഒക്കെ വേണ്ടി പറ്റുക. അപ്പൊ നിങ്ങൾ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ഒന്നും പഴിചാരരുത്, കുറ്റപ്പെടുത്തരുത്. എനിക്ക് ഹസ്ബൻഡിന് നല്ലൊരു സപ്പോർട്ട് ഉള്ളത് കൂടിയാണ് എനിക്ക് ഇതിൽ പിടിച്ചു നിൽക്കാനും ഈ ടീമിനെ ഇങ്ങനെ വളർത്താനും എല്ലാ ആഴ്ചയും അങ്ങോട്ട് വീട്ടിലോട്ട് കൊണ്ടുപോയി തരും, ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവരും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞാല് കുട്ടികളും ലഗേജും കാറിൽ പോകും, ഞാൻ എന്റെ ബൈക്കിലാണ് പോകുക. കാരണം എനിക്ക് അവിടെ എത്തിയാൽ ബൈക്ക് ഉണ്ടെങ്കിലേ ഫീൽഡിലോട്ട് പോകാൻ പറ്റും. അപ്പൊ കുട്ടികളെ ലഗേജും ഹസ്ബൻഡ് കാറിൽ അവിടെ കൊണ്ടുപോയി തരും, അതേപോലെ തിരിച്ചിങ്ങോട്ടും കൂട്ടിക്കൊണ്ടുവരും. ഞാൻ എന്റെ ബൈക്കിൽ മോശം സത്യമാണ്, ഞങ്ങൾ അധികം അങ്ങനെ യാത്ര ചെയ്യാറ്, ഒരുമിച്ച് പോകാൻ സമയം കിട്ടാറില്ല. പിന്നെ അല്ലാണ്ട് പുറത്തൊക്കെ പോകും അങ്ങനെ. അപ്പൊ അത്രയും നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. നിങ്ങൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് രാവിലത്തെ സൂം മീറ്റിംഗ് ആയാലും അവർക്ക് ഫാമിലി കേൾക്കാൻ പറ്റിയ രീതിയിൽ ഓപ്പൺ ചെയ്തേക്കാം. പിന്നെയുള്ള വേറെ എന്തെങ്കിലുമൊക്കെ യൂട്യൂബ് വീഡിയോസ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരെ കൺവിൻസ് ആക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിന്റെ ഒരു ഫ്യൂച്ചർ അവർക്ക് മനസ്സിലാക്കിയിട്ട് ശരിക്കും നാളുകളിൽ നമ്മളെ ഫാമിലിക്ക് നമ്മളില്ലെങ്കിലും എന്തെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ ഫാമിലിയിലോട്ട് ഇൻകം കൃത്യമായിട്ട് കിട്ടണം എന്നുള്ള ആ ഒരു ആഗ്രഹം കൂടി ഉണ്ടെങ്കിൽ ആരും ഇത് ഏറ്റെടുക്കും. ഇനി ഈ നോമിനേഷൻ ഫെസിലിറ്റിന്റെ കാര്യമൊന്നും അധികം ആൾക്കും അത്ര അങ്ങോട്ട് അറിയില്ല. അപ്പൊ നമുക്ക് കമ്പനി ടീം കോർഡിനേറ്റർ റാങ്ക് മുതൽക്ക് ആക്സിഡന്റൽ ഡെത്തിന് ഇൻഷുറൻസ് നൽകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഫ്രീ ആയിട്ടാണ്. ഓരോ കമ്പനിയൊക്കെ ശരിക്കും പ്രൈവറ്റ് ഫേമുകളുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം ഒന്നും ഫ്രീ ആയിട്ടല്ല തരിക. അവര് എല്ലാം നമ്മുടെ സാലറിന്ന് കുറേശ്ശെ കട്ട് ചെയ്തും അങ്ങനെയൊക്കെ ആയിട്ട് കുറേശ്ശെ പിടിച്ചെടുത്തിട്ടാണ് ഇത് ഓരോ കാര്യങ്ങള് നമുക്ക് ഇൻസെന്റീവ്സ് അങ്ങനെയൊക്കെ കിട്ടണമെങ്കിലൊക്കെ ഒരുപാട് ക്രൈറ്റീരിയകൾ ഉണ്ടാവും പ്രൈവറ്റ് കമ്പനിക്ക്. നമ്മളെ കമ്പനി നമുക്ക് ഇതെല്ലാം ഫ്രീ ആയിട്ട് ശരിക്കും തരുന്നുണ്ട്. ഇത്രയും നല്ലൊരു കമ്പനിയിലാണ് നമ്മൾ എത്തിപ്പെട്ടത് എന്നുള്ളത് ആൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ കമ്പനി ഈ വിദ്യാഭ്യാസ യോഗ്യത വേണ്ട,
നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഇതൊന്നും ചോദിക്കാത്തത് കൊണ്ട് തന്നെ പലർക്കും നമ്മുടെ കമ്പനീനെ ഒരു മോശമാക്കി കാണില്ല. ശരിക്കും അങ്ങനല്ല. എല്ലാവർക്കും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അവസരം ആയതുകൊണ്ടാണ് അങ്ങനെയൊന്നും കമ്പനി വെക്കാത്തത്. അപ്പോൾ കഴിവുള്ള ആർക്കും ഇതിൽ വന്ന്, ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബിടെക് എഞ്ചിനീയർ ആണ്, പക്ഷെ ഈ ബിസിനസിനെ കുറിച്ച് ഇതിൽ വന്ന് ഈ മോർണിംഗ് മീറ്റ് അറ്റൻഡ് ചെയ്ത് പ്രബീർ സാറില്ലേ, പ്രബീർ സാറൊക്കെ ഒരുപാട് എനിക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിക്കാനും എന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് സൂമിൽ മുന്നോട്ട് വിളിച്ചിട്ട് ആ ഒരു ധൈര്യം തരാനൊക്കെ വേണ്ടി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങളുടെ IT ലീഡർ ആയിട്ടുള്ള സുബീർ സാറ് ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു, വെലോസിറ്റി. ആ പ്രോഗ്രാമില് 1500 ആള് അറ്റൻഡ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അതിൽ GTS എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചു. ആ സ്റ്റേജിൽ ഒരു GTS എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. DTC അബോ മീറ്റിംഗിൽ ആരാ ചെയ്യുന്നതെന്ന് വെച്ചപ്പോ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. ഞാനായിട്ട് ഏറ്റെടുത്തതാണ്. ആ ഒരു ശരിക്കും ഇത് വരാൻ വേണ്ടിയിട്ട് സാറ് രണ്ടുപേരും, എന്നെയും പിന്നെ ഒരു ജെൻസ് ആയിട്ടുള്ള ചെറിയ ലീഡറെയും, യൂത്തിനാണ് ക്ഷണിക്കുന്നത്. അപ്പൊ യൂത്തിലുള്ള വേറൊരു ലീഡറെയും പറഞ്ഞു നിങ്ങൾ രണ്ടിൽ ആർക്ക് വേണമെങ്കിലും എടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനായിട്ട് ഏറ്റെടുത്ത് അത് ചെയ്യാൻ പറ്റി. അപ്പൊ അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത സമയത്താണ് ശരിക്കും ഇനി ഏത് വേദിയിലും എനിക്ക് GTS എടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത്. പിന്നെ എന്ത് കാര്യം, കോൺഫിഡൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും ഈ ആവർത്തനങ്ങളുടെയും ഓർമ്മപ്പെടുത്തലുകളുടെയും ബിസിനസ് ആണ് മൈ ലൈഫ് സ്റ്റൈൽ നമ്മൾ എപ്പോഴും പഠിക്കലുണ്ട്. അപ്പൊ ഇത് ചെയ്തു നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ അന്ന് ചെയ്തല്ലോ ഇനി ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്കും പേടിയാവും. അപ്പൊ നിങ്ങളായാലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരവസരം മാത്രം ഉപയോഗിച്ചാൽ പോരാ, എല്ലാ അവസരവും ഉപയോഗിക്കണം. അപ്പോഴേ നമുക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കറിയാൻ പറ്റുന്നുള്ള, ഇടയ്ക്കിടയ്ക്ക് നമ്മളിതെല്ലാം ആവർത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ കാര്യങ്ങൾ നടക്കും. പിന്നെ ഈ സൂമിലൊക്കെ എല്ലാവരും വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും അത് കേൾക്കണം. എന്താ ആവർത്തനങ്ങളിലെയും ഓർമ്മപ്പെടുത്തലും അത് നമുക്ക് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മളെ ടച്ച് പലതും അതിൽ നിന്നും വിട്ടുപോകും. പിന്നെ നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫീൽഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ എഫേർട്ട് ഒക്കെ ഇടണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വെക്കണം. നമുക്കൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ട്. ഹാർവർഡ് സക്സസ് അക്കാദമിയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ നമുക്കുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് എന്താ പഠിക്കേണ്ടത് വെച്ചാല് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കുറഞ്ഞ കാര്യങ്ങൾ ഒരാളോട് പറയാൻ വേണ്ടി നമ്മൾ പഠിക്കണം. പിന്നെ നമ്മളെ പ്ലാന് ശരിയായ രീതിയിൽ പ്രസന്റ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ പഠിക്കണം. എല്ലാ ചെറിയ റാങ്കിലുള്ളവരും ആദ്യം ചെയ്യേണ്ട കാര്യം പ്ലാന് റെഡി ആയിട്ട് പറഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. പ്ലാന് നിങ്ങൾക്ക് ആ ഓൺ ദ സ്പോട്ടിൽ ഐഡിയ അടിക്കാൻ ചിലപ്പം പഠിച്ചിട്ടില്ലെങ്കിലും സ്റ്റാർട്ടിങ് ഇന്നലെ വന്ന ആളാണെങ്കിലും പ്രൊഡക്റ്റും പ്ലാനും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ലീഡേഴ്സിനോട് അതിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്പ് നേടി അതൊന്ന് പറയാൻ പഠിക്കുകയും വേണം. അതെന്തായാലും അത് മസ്റ്റാണ്. ഈ ബിസിനസ്സിലെ ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള കാര്യം പ്രൊഡക്റ്റും പ്ലാനും മറ്റൊരാളോട് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ഒരു കഫ്നീൽ എന്താന്ന് വെച്ചാൽ അത് ചുമക്കുള്ളതാണ്. അതിൽ ആൽക്കഹോളും സ്റ്റീറോയിഡും ഒന്നും ഇല്ല കേട്ടോ, നല്ലതാണ്. ഇപ്പൊ വീട്ടില് സാധാ നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്യുന്ന ആടലോടവും കൊഴിഞ്ഞിലൊക്കെയാണ് ഇതിലുള്ള കണ്ടന്റ്, വേറെ സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലാത്തതാണ്. അത്രക്ക് പറയാൻ പഠിച്ചാൽ മതി. അതിലുകൊണ്ട് ഒരുപാട് കണ്ടന്റിനെ കുറിച്ചൊന്നും വിശദീകരിക്കണമെന്നില്ല. അതേപോലെ എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചും നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് തുടക്കക്കാരെന്നെ പഠിച്ചിരിക്കണം. എന്നാലേ നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാനും പറ്റുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞ അവസരം കൊടുക്കാനും പറ്റുള്ളൂ. പിന്നെ പ്ലാന് ജസ്റ്റ് ഒരു ചാർട്ട് ഒട്ടിച്ചില്ലെങ്കിൽ, ഒരു വൈറ്റ് പേപ്പറിൽ അല്ലെങ്കിൽ ഒരു 1 to 1 ആയിട്ട് ഇരുന്നിട്ട് ജസ്റ്റ് ഈ പ്ലാനിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. അതിന് ഇത് രണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് വേദിയാണ് GTS. എല്ലാ ആഴ്ചയും നമ്മൾ GTS പോയി കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് പോകണം കേട്ടോ. സ്റ്റാർട്ടിങ് മുതലേ കേൾക്കണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എന്താ പറയാ, അങ്ങനെ ദിവസവും ഇങ്ങനെ കേൾക്കുക. അപ്പൊ അത് കേട്ട് 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 ശരിക്കും പറഞ്ഞാല് നമ്മളത് തറവാവും. അപ്പൊ പിന്നെ നമുക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഈ പ്ലാൻ അവിടെ വിശദമായിട്ട് പറയല്ലോ. അപ്പൊ അത്ര വിശദീകരിച്ചൊന്നും നമ്മൾ പറഞ്ഞില്ലെങ്കിലും അതിൽ കുറഞ്ഞ കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ സ്ട്രൈക്ക് ആവും. അപ്പൊ ആ ഒരു കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പറ്റിയാൽ നമുക്ക് പ്ലാനും പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ലീഡേഴ്സ് സഹായിച്ചു തരും. അല്ലെ പിന്നെ നമ്മളെക്കാൾ കഴിവുള്ള അസോസിയേറ്റ് താഴെ വരും. അപ്പൊ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഈ ഐഡന്റിക്കലോ ഈ പോസ്റ്ററിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനേക്കാൾ ഉപരി ഇതെല്ലാവരും പഠിച്ചിരിക്കണം. എത്ര പ്രായമുള്ള ആളാണെങ്കിലും എത്ര യങ് ആണെങ്കിലും ലേഡി ആണെങ്കിലും ആരാണെങ്കിലും ഈ 2 കാര്യങ്ങൾ അറിയണം. പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാനും ഇതിന്റെ പ്ലാനിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാനും. പിന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. കമ്പനിയെ കുറിച്ച് പഠിക്കാനുണ്ട്. ടെക്നിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ പലതും പറയാനും
ഇതൊക്കെ ഉണ്ട്. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് ഈ ഫ്രണ്ടിനായാലും ആരെയായാലും ലീഡറെ കൂട്ടി സമീപിക്കാലോ. അപ്പൊ കൂടുതൽ വിശദ വിവരങ്ങളൊക്കെ അവര് പറഞ്ഞു. പക്ഷെ നമുക്ക് ഇതിൽ ചെറിയ നോളജ് ഒക്കെ ഉണ്ട്, ഞാനിത് സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കൺവിൻസ് ആവണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നെ അറിവുണ്ടാവണം. നമ്മളൊരു നോളജ് എന്തായാലും നമ്മൾ പ്ലാൻ പറയുന്ന ആള് നമ്മുടെ കോൺഫിഡൻസിലാണ് ശരിക്കും സ്റ്റോക്ക് എടുക്കുന്നത്. ലീഡർ വന്നിട്ട് വായിട്ടലിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരിക്കും ലീഡർ കണ്ടിട്ടല്ല സ്റ്റോക്ക് എടുക്കുക, നമ്മളെ കോൺഫിഡൻസില. നമ്മൾ എന്ത് കോൺഫിഡൻസ് ആണോ അവർക്ക് പാസ് ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം, ഞാൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്, എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, ഇങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തെന്നുള്ള കാര്യം പറയുന്ന സമയത്താണ് അവർക്ക് സ്റ്റോക്ക് എടുക്കാനും നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവർ കൂടെയും വരുന്നത്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ കാര്യങ്ങൾ നമ്മൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ കൂടെ വരുന്നവരുടെ കോൺഫിഡൻസ് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെന്ന് പറഞ്ഞാല് അറിവല്ല തിരിച്ചറിവാണ് വേണ്ടത്. നമ്മൾ പല മീറ്റിങ്ങുകളിലും കേൾക്കുന്നതാ അല്ലെ, മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിവും വിവരവും മാത്രം പോരാ, ഒരു തിരിച്ചറിവുള്ള ആളുകൾക്ക് മാത്രം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തോന്നുന്ന ഒരു ബിസിനസ്സാണ് മൈ ലൈഫ് സ്റ്റൈലിന്റെ ബിസിനസ് എന്ന് പറഞ്ഞാല്. പിന്നെ ഒരുപാട് നമ്മുടെ ഭാവി ഇന്നിരിക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതേപോലെയുള്ള ബിസിനസ്സുകളിലാണ്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സുകൾ എല്ലാവരും മോശമെന്നല്ല, പക്ഷെ പല കമ്പനികളും ഇന്ന് നാട്ടിൽ വന്ന് ഒരുപാട് പേരെ തട്ടിപ്പാക്കി പോയിട്ടാണ് നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന സമയത്ത് ഫീൽഡിൽ നിന്ന് ഒരുപാട് ഒബ്ജെക്ഷൻസ് ഒക്കെ കിട്ടുന്നു. ഈ ഒബ്ജെക്ഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അതിനുള്ള ഒരു വിവരം എത്തിക്കഴിഞ്ഞാൽ, അതൊരു അത്യാവശ്യം ലീഡർഷിപ്പിലോട്ട് എത്തുന്ന സമയത്ത് ഈ ഒബ്ജെക്ഷൻസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെന്ന് പറഞ്ഞാലും ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ, ഇന്ന് August 15 അല്ലേ, രാജ്യം കാക്കുന്നത് പട്ടാളക്കാരാണ്. നമ്മുടെ രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള എല്ലാ ഉപരോധങ്ങളും വരാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ശരിക്കും പട്ടാളക്കാരാ. പക്ഷെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ അല്ലേ, അത് നമ്മുടെ കയ്യിലാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കാക്കേണ്ട ആളുകൾ നമ്മൾ ഓരോരുത്തരും. കാരണം സാമ്പത്തികമായിട്ട് രാജ്യം ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ, ഇനിയും ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ വരും. അപ്പോ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥനെ കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും റെഡി ആയിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം എല്ലായിടത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ബിസിനസ്സാണ് മൈ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥനെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സും കൂടിയാണ്. കാരണം അത്രയും നമ്മുടെ രാജ്യത്തന്നെ ഉണ്ടാക്കുന്ന, നമ്മുടെ രാജ്യത്ത് ഇവിടുത്തെ ഇന്ത്യൻ കമ്പനിയാണ്, ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ്, നമുക്ക് എക്സ്പോർട്ടിങ് ക്വാളിറ്റി ഉണ്ട്. അപ്പൊ അത്രയും ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥനെ നമുക്ക് ശരിക്കും മാറ്റിമറിക്കാൻ പറ്റിയൊരു ബിസിനസ് ആണെന്ന് എല്ലാവരും ആലോചിക്കുക, എല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ ഞാനൊരു ചെറിയ വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന സ്ത്രീയല്ലേ, എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറ്റുമോ, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലൊക്കെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള അങ്ങനെ നിങ്ങൾക്ക് ആർക്കും തോന്നണ്ട. പറ്റും. ഈ ബിസിനസ്സിൽ നിങ്ങൾ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥക്ക് വേണ്ടിയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മേഖലയാണ് ഈ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കമ്പനി. അപ്പോൾ എല്ലാവരും സാമ്പത്തികമായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം, ഫിനാൻഷ്യൽ ഫ്രീഡം, അത് കൈവരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അതിനായിട്ടൊരു തീരുമാനം എടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മളെ കൂടെ ഉണ്ടാവും. ഒരു പ്രശ്നവും ഇല്ലാണ്ട് എന്നും ഫീൽഡ് പോകുന്ന ആളായിരിക്കും. അപ്പോഴേക്കും ഫാമിലിയിൽ ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവും, അല്ലെങ്കിൽ കല്യാണം ഉണ്ടാവും, പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഹോസ്പിറ്റൽ കേസ് ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഒഴിവാക്കാൻ പറ്റാത്തത് ഏറ്റെടുക്കുക എന്നല്ലാണ്ട്, ഈ ലേഡീസിന് ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്, അത്യാവശ്യം വലിയ കുട്ടികളും അത്യാവശ്യം അങ്ങനെ ഒരു വീട്ടിൽ വലിയൊരു ചുമതല ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് വേഗം ഫാമിലിയിലൊക്കെ ആർക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും ആർക്ക് എവിടെ പോകണമെങ്കിലും ഇവര് വേണം കൂടെ പോകാന്. അപ്പൊ വെറുതെ എല്ലാരും കൂടെ അങ്ങനെ കൂടെ പോകുന്ന ആ ഒരു ശീലമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം കണ്ടെത്തുക. ആവശ്യത്തിന് പോകണം, അത്യാവശ്യത്തിന് എല്ലാം ചെയ്യണം, ചെയ്യണ്ടെന്നും പോകണ്ടെന്നും അല്ല. അപ്പൊ എല്ലാരും കൂടി അവരാ ഉണ്ടാവുക. എവിടെ ഫാമിലിയിൽ എവിടെ ഹോസ്പിറ്റൽ കേസ് വന്നാലും നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും ഫാമിലിയിൽ. അപ്പൊ അങ്ങനെയുള്ള ആർക്കെങ്കിലും അങ്ങനെയുള്ള ചുമതലയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, എനിക്കൊരു ബിസിനസ് ഉണ്ട്, അപ്പൊ ഞാനിങ്ങനെ ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ഒരു പരിപാടി ഉണ്ട്, അപ്പൊ എല്ലായ്പ്പോഴും എനിക്ക് ഒഴിവില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ട് നിങ്ങളെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തണം. നിങ്ങൾ ജോലിക്ക് പോകുന്ന പോലെ വേണം. ഞങ്ങൾ ഭവനി സാർ അങ്ങനെ പറയാം, ജോലിക്ക് പോകുന്ന പോലെ നിങ്ങൾ ചെയ്തു നോക്കൂ എന്ന് പറയും. കാരണം ലേഡീസ് എന്ന് പറഞ്ഞാല് എല്ലാം കഴിഞ്ഞിട്ട് കല്യാണം സൽക്കാരവും അവിടെ പാത്രം വരെ കഴുകി വെച്ച് വന്നിട്ട് എന്തോ സമയം ഉണ്ടെങ്കിലേ അവര് കാര്യങ്ങൾ ചെയ്യുള്ളൂ. ആ ഒരു സിസ്റ്റത്തിൽ നിങ്ങളൊന്ന്
ചാടി വരണം, ഓവർകം ചെയ്തേ പറ്റൂ. അതൊരു ബൗണ്ടറിയാ ശരിക്കും. ആ ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യരുത്. അങ്ങനെ ഒരു ബൗണ്ടറി ശരിക്കും ഇല്ല. നമ്മൾ അത്യാവശ്യത്തിന് പോകേണ്ടിടത്തൊക്കെ പോവാ വരിക എന്നല്ലാണ്ട് ദിവസവും നമുക്കൊരു ഗവൺമെന്റ് ജോബ് ആണെങ്കിൽ രാവിലെ 10 മണിയാകുമ്പോൾക്ക് നമ്മൾ ചൂട്ടും കൂട്ടിട്ട് പോകൂലേ, വൈകുന്നേരം 5-6 മണിയായിട്ടല്ലേ വീട്ടിലെത്തുള്ളൂ. അപ്പൊ ആ ഒരു ലെവലിലോട്ട് ഇതിനെയും കാണാം. എനിക്കൊരു ജോലി ഉണ്ട്. അത് ആ ഒരു ലെവലിലോട്ട് ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട് വേണം റീറ്റോലോ റിക്രൂട്ട്മെന്റോ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടീമിന് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു. മെയിൻറ്റെയിൻ ചെയ്യല് വലിയൊരു കാര്യമാണ്. പറയാൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ചെറിയൊരു വാക്കാണെങ്കിലും ടീം ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് ഇത് വ്യാപ്തി ഇങ്ങനെ കൂടിക്കൂടി ആളുകൾ കൂടിക്കൂടി വരികയാണ്. അപ്പൊ ഇത് എല്ലാവരും മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ചെറിയ കാര്യമല്ല. അപ്പൊ ഇത് ആളുകൾ പല കാറ്റഗറി ഉണ്ടാവും. പട്ടിയും പൂച്ചയും പാമ്പും എല്ലാം ഉണ്ടാവും. കാട്ടിൽ ചെന്ന മാതിരിയാണ് ടീം. അപ്പൊ ഇതില് ഓരോന്നിനും ഓരോ രീതിയിൽ വേണം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പറയലുണ്ട് താറാവിനെ കഴുത്തിനെ പിടിക്കാൻ പറ്റും, കോയിനെ കൂട്ടി പിടിക്കണം എന്ന് പറയും. അതേപോലെ തന്നെയാണ് ആളുകൾ, ഓരോ തരത്തിലുള്ള ആളുകളെ നമ്മളെ കൂടെ വന്നിട്ടുണ്ടാവുക. അപ്പൊ എല്ലാരെയും ഒരേപോലെ പിടിച്ചു കഴിഞ്ഞാല് മറ്റേ ജീവി ചത്തു. താറാവിനെ പിടിക്കുമ്പോൾ കോയിനെ പിടിച്ചാല് കോയി ചത്തു. അപ്പൊ അതേപോലെയാണ് ആളുകളും. മാനേജ്മെന്റ് കൃത്യമായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം പല ടൈപ്പ് ആളുകളാണ്. പെണ്ണുങ്ങളാണെങ്കിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം നമ്മൾ പറ്റും പോലെ ഗീബത്തും നമീമത്തും ഒന്നും പറയാണ്ട് മറ്റുള്ളവരെ കുറ്റവും കുറവും കാണാണ്ട് നല്ല കാര്യങ്ങൾ അറേഞ്ച് ചെയ്താൽ അതിനെ പ്രശംസിക്കുക, അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക, അതിന് റെക്കഗ്നീഷൻ കൊടുക്കുക. നല്ല കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഗീബത്തും നമീമത്തും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് നമ്മൾ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്, നിലനിർത്തുക ടീമിന്. അപ്പോൾ ഇതിൽ സ്ത്രീകളുണ്ടാവും, കുട്ടികളുണ്ടാവും, മുതിർന്നവരുണ്ടാവും. കുട്ടികൾ ഞാൻ ഉദ്ദേശിച്ച 18-30 ഇടയിലുള്ള ആളുകളാട്ടോ, 20s. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാറ്റഗറിക്ക് ഓരോ പ്രോബ്ലംസും ഉണ്ടാവുക. അപ്പോ ആ ഓരോരുത്തരുടെ പ്രോബ്ലംസിനും നമുക്ക് കാര്യമില്ല, ആ ഒരു സൊല്യൂഷൻ ചെറുതായിട്ട് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനും എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയാല് നമുക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ജന്മനാ കിട്ടുന്ന കഴിവൊന്നല്ല. നമുക്ക് നമ്മുടെ ട്രെയിനിങ്ങും മീറ്റിങ്ങും ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാല് തന്നാലെ കിട്ടും. ഓരോ പ്രായക്കാരനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഓരോ തരത്തിലുള്ള ആളുകളെ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. പിന്നെ ഈ ആളുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെയാണ് മണി മാനേജ്മെന്റും. നമുക്ക് മണി മാനേജ്മെന്റിനെ കുറിച്ചും മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ പ്രത്യേകം ട്രെയിനിങ്ങുകളും സെക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും പഠിക്കാനൊക്കെ പറ്റും. നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻകവും ഇന്ത്യ നടക്കം ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് ഇൻകം വന്നു കഴിഞ്ഞാല് പിന്നെ അത് വ്യാഴാഴ്ച ആയാൽ അത് എവിടെ പോയിന്ന് കാണൂല. അപ്പൊ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. അപ്പൊ പറ്റെങ്കിൽ ഞാനും വിചാരിക്കുന്നുണ്ട് അക്കൗണ്ട് ചേഞ്ച് ആക്കുക, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സേവിങ്സ് ഒക്കെ ഉണ്ടാക്കുക. വല്ല കൂടെ ചിട്ടി പിടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സേവിങ്സ് ഉണ്ടാക്കിയിട്ട് അച്ചീവ്മെന്റുകൾ കാട്ടുക. നിങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ അച്ചീവ്മെന്റ് കാട്ടിക്കോ. നിങ്ങളെ താഴെയുള്ളവനും സ്റ്റാർട്ടിങ് മുതലേ അച്ചീവ്മെന്റ് കാട്ടാൻ വേണ്ടിയിട്ട് ഒരു വ്യഗ്രത ഉണ്ടാവും. അതിന്റെ ലീഡർക്ക് കിട്ടി, അപ്പൊ എനിക്കും അതേപോലെ നേടണം. ഇത് നമ്മൾ പറയും വേണം, പറഞ്ഞു കൊടുക്കണം ഞാൻ അച്ചീവ്മെന്റ് നേടി, അപ്പൊ ഞാൻ ഇപ്പൊ വാങ്ങിച്ച ഫോണിന് ഇത്രയാണ് വില, അപ്പൊ അതുപോലെ എനിക്കും വാങ്ങണല്ലേ. അപ്പൊ അവർക്ക് ആ ഒരു ഇത് വരും. ഫസ്റ്റ് തന്നെ നമ്മളോട് പറയല് ഒരു റൂബി റാങ്ക് ഒക്കെ എത്തുമ്പോൾ നമുക്കൊരു ഫോൺ ഇല്ലാത്ത ആളാണെങ്കിൽ ഫോൺ അച്ചീവർ ആവാൻ വേണ്ടിയിട്ടൊക്കെ പറയാം. അപ്പൊ നമ്മൾ അതിനു വേണ്ടി സേവ് ചെയ്യണം. എന്നുവെച്ചാല് കിട്ടുന്ന എല്ലാ ക്യാഷും എങ്ങനെയെങ്കിലുമൊക്കെ കളഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അച്ചീവ്മെന്റ് ഒന്നും കാണിച്ചു കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് സേവ് ചെയ്യാനും, ലേഡീസിനാണ് സേവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കഴിവ്. കാരണം വീട്ടിലെ ചെലവ് നടത്താൻ ഹസ്ബൻഡ് ഉണ്ടാവും, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ ഒരുവിധം വലിയ കുട്ടികളാണെങ്കിൽ വലിയ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കിട്ടുന്ന പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ ചെലവാക്കാൻ റീറ്റെയിൽ പ്രോഫിറ്റേ ഞാൻ യൂസ് ചെയ്യുള്ളൂ എന്ന് അങ്ങ് ഉറച്ച് വിശ്വസിച്ച് അങ്ങനെ അങ്ങോട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാല് അതിന് വേണ്ടിയിട്ടുള്ള റീറ്റെയിൽ പ്രോഫിറ്റ് എവിടെന്നെങ്കിലും കിട്ടും. അത് ചെയ്യാനൊക്കെ പറ്റും. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ഈ കിട്ടുന്ന കമ്പനി ഇൻകം നമുക്ക് സേവ് ചെയ്യാനും നമുക്ക് അതിലൂടെ അച്ചീവ്മെന്റ് കാട്ടാനും പറ്റും. ശരിക്കും പറഞ്ഞാല് ജെൻസിനെക്കാട്ടിലും ലേഡീസ് അച്ചീവ്മെന്റ് ഉണ്ടാക്കുന്ന സമയത്താണ് ടീമിൽ ഓളം കൂടുക. കാരണം ജെൻസ് അവർക്ക് ശരിക്കും വേറെ പണിയൊന്നും ഉണ്ടാവില്ല, ഇതിന്ന് കിട്ടിയ ഇൻകം കൊണ്ടായിരിക്കും. പക്ഷെ അവർ കുറച്ചൊരു റാങ്കിൽ എത്തിക്കഴിഞ്ഞാലേ ആളുകൾ വിശ്വസിക്കുള്ളൂ ഇതിന്ന് തന്നെയാണ് ഇത് കിട്ടുന്നത്, അല്ലെ ഓന് പഴയ പരിപാടി ഉണ്ടാവാൻ മതിയാവും, അല്ലെ ആദ്യം കിട്ടുന്ന ഇൻകം ഉണ്ടാവാൻ മതിയാവും എന്നുള്ള ചെറിയൊരു തെറ്റിദ്ധാരണ ആളുകളിൽ ഉണ്ടാവും. പക്ഷെ നമുക്ക് വേറെ എവിടുന്നും കിട്ടാനില്ല, നമുക്ക് വേറെ ജോലിയൊന്നും ഇല്ലാന്ന് ഈ നാട്ടുകാർക്കും ഈ ഫ്രണ്ട്സിനും ഫാമിലിക്കും ടീമിലുള്ള ബാക്കി ലേഡീസിനും അറിയാം. അപ്പൊ നമ്മളൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കുമ്പോൾ അവർക്കറിയാം നമുക്ക് ബിസിനസ്സിലൂടെ കിട്ടിയ പൈസ കൊണ്ടാണ് നമ്മൾ ഈ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയത് എന്നുള്ളത്. അപ്പൊ അത് അവർക്ക് മോട്ടിവേഷൻ കൂടും.
അപ്പൊ നിങ്ങൾ ഉള്ള എല്ലാ ലേഡീസിനോടും എനിക്ക് പറയാനുള്ളത് അച്ചീവ്മെന്റ് ഉണ്ടാക്കുക. അത് മാത്രമല്ല ബൈക്ക് അറിയാത്തവര് ബൈക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. ചിലർ പറയും ഈ പ്രായത്തിൽ ഇനി ബൈക്ക് ഓടിച്ചാൽ നടക്കുമോ? അങ്ങനൊന്നുമില്ല. ബൈക്ക് ഓടിക്കാൻ പ്രായമൊന്നുമില്ല. ഞാൻ കാണലുണ്ട് ചിലപ്പോ നല്ല ഫുൾ വൈറ്റ് മുടിയൊക്കെ ഉള്ള അമ്മച്ചികളൊക്കെ സ്കൂട്ടിമേലൊക്കെ പോകുന്നത്. അപ്പൊ അങ്ങനൊന്നുമില്ല. നമ്മൾ പഠിക്കണം എന്ന് ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചോ പഠിക്കാൻ പറ്റും. ഇനി അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ കാറ് പഠിക്ക്. എന്നിട്ട് എനിക്കൊരു കാർ അച്ചീവർ ആവണം, കാറ് വാങ്ങണം, അങ്ങോട്ട് അതങ്ങ് മനസ്സിൽ ഉറപ്പിച്ചിട്ട് നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാറ് വാങ്ങിക്കാനും പറ്റും, കാർ ഓടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എല്ലാം നമുക്ക് പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. എല്ലാം നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണെന്ന് ആദ്യം അങ്ങോട്ട് വിശ്വസിക്കുക. പിന്നെ കാലുവേദന, മുട്ടുവേദന ഇങ്ങനെയുള്ള പ്രശ്നമൊന്നും ആരും പറയില്ല, ഏത് പ്രായക്കാരായാലും. കാരണം നമ്മൾ വെൽനെസ് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ കൈവച്ച്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, IT മേഖല AIന്റെ ഭീഷണിയിലാണ്. ഒരു കാലത്തും AI വന്ന് ഭീഷണിപ്പെടുത്താത്ത ഒരു സ്ഥലമാണ് വെൽനെസ് കാറ്റഗറി. മനുഷ്യനുള്ളിടത്തോളം കാലം മനുഷ്യന്റെ ആരോഗ്യത്തിന് എന്നും ഓരോ പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ വെൽനെസ് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ നമ്മൾ എന്നും നിർബന്ധിതരായിരിക്കും. നമുക്കും ഉപയോഗിക്കേണ്ടി വരും, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാനും ഉണ്ടാവും. കാരണം വെൽനെസ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ ആയുധം എന്ന് പറഞ്ഞാല്. അതും നല്ലൊരു കിട്ടല നമുക്ക് കിട്ടി. വെൽനെസ് ഇൻഡസ്ട്രിയിലാണ് നമ്മളെല്ലാവരും എത്തിപ്പെട്ട് മൈ ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്തത് വെൽനെസ് പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഈ നമ്മളൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനീനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ് നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്തിട്ടത് വെൽനെസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സ്കോപ്പ് ഓഫ് ഫ്യൂച്ചർ ഒരിക്കലും തകരാൻ പോകുന്നില്ല. ഇത് എത്ര വലിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാലും അവർക്കൊന്നും ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മനുഷ്യനുള്ളിടത്തോളം കാലം നമുക്കിത് വേണ്ടതാ. ആരോഗ്യം നിലനിർത്താനും സംരക്ഷിക്കാനും റെഡിയാക്കാനും വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. അപ്പൊ അത്രക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എല്ലാവരും എത്തിപ്പെട്ടതെന്ന് നിങ്ങൾ തിരിച്ചറിയാം. പിന്നെ ഇതിന്റെ ടൈം എത്ര മണി വരെ ആയിരുന്നു തൈറ മാഡം? 50 വരെ മാഡത്തിന് സംസാരിക്കാം. 50 വരെ സംസാരിച്ചോളൂ. 4 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞാൻ തൈറ മാഡം വിളിച്ച സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ 1 മണിക്കൂർ ഇപ്പൊ ഞാൻ എന്താ മാഡം പറയാന്ന്. ശരിക്കും പറഞ്ഞാല് ഇവിടുന്ന് എനിക്ക് പറയാൻ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചെറിയൊരു കോൺഫിഡൻസിന്റെ കുറവുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് DTSന് STCന് കയ്യിൽ മൈക്ക് കിട്ടിയ മാതിരിയാ, തിരിച്ചു കൊടുക്കൂലല്ലോ അവര്. അപ്പൊ അതേപോലെയാണ് നമുക്ക് അവസരങ്ങൾ നമ്മളെ തേടി വരുന്ന സമയത്ത് നമ്മൾ അത് ഉപയോഗിക്കാൻ റെഡി ആയി കഴിഞ്ഞാല് എല്ലാവർക്കും ഇതേപോലെ പറയാനൊക്കെ പറ്റും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചെറിയ റാങ്കിലുള്ള സ്റ്റാറിനും റൂബിക്കൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാനും ഇതുപോലെ എന്ന് പറയും, എനിക്ക് പറയാൻ പറ്റുമോ? എല്ലാവർക്കും പറയാൻ പറ്റും. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. കാരണം നമ്മള് ഉറച്ചു നിൽക്കുക, ഇടിച്ചു കയറാന്ന് അറിയില്ലേ. നമ്മൾ ഇതിൽ കൺസിസ്റ്റൻസി നമ്മൾ ഈ ബിസിനസ്സിൽ മെയിൻ ആയിട്ട് വേണ്ടിയ കാര്യമാണ്. ഇതിനെ കുറിച്ച് നീട്ടി പറയുന്നില്ല, എന്റെ ടൈം കഴിയാനായി. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും നിൽക്കുക, വിട്ടു പോകരുത്. നമ്മളിത് ഇടയ്ക്കിടക്ക് 1 കൊല്ലം മൈ ലൈഫ് ചെയ്തിരുന്നു, പിറ്റേത്തെ കൊല്ലം ഞാൻ വേറൊരു ബിസിനസ് ചെയ്തു, ഇപ്പൊ ഞാൻ വീണ്ടും മൈ ലൈഫ് ചെയ്യാന്ന് പറഞ്ഞാല് വില പോയി എന്ന് പറഞ്ഞാല് പിന്നെ നാട്ടുകാർ നമ്മൾ അംഗീകരിക്കൂല. അപ്പൊ അതുകൊണ്ട് കൺസിസ്റ്റൻസി ചെയ്തിരുന്നു എന്ന് പറയുന്ന ആ ഒരു ലെവലിലോട്ട് നിങ്ങൾ ആരും മാറരുത്. ഞാൻ അന്നും മൈ ലൈഫ് ചെയ്യുന്നുണ്ട്, ഇന്നും മൈ ലൈഫിലാണ് വർക്ക് ചെയ്യുന്നത്. മൈ ലൈഫിന് അത്രയും ഫ്യൂച്ചർ ഉണ്ടെന്ന് എനിക്ക് നല്ല കോൺഫിഡന്റ് ആണ്. എന്റെ കൂടെ കൂടിക്കോ എന്ന് പറയാൻ പറ്റുന്ന ആ ഒരു ആത്മവിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉള്ളിന്ന് വരണം. അല്ലെ? പറയലുണ്ട് ഇവര്, ഒരു ട്രെയിനിങ് നമ്മൾ കേൾക്കില്ലേ, മുട്ട പുറത്തുനിന്ന് പൊട്ടിയാൽ ഓംലെറ്റ് ആവും, ഉള്ളിന്ന് പൊട്ടിയാലേ അതിനൊരു ജീവൻ ഉണ്ടാവുള്ളൂ, ജീവൻ തുടിക്കുള്ളൂ എന്ന് പറയും. അതുപോലെ നമ്മള് എല്ലാരും ഉള്ളിന്ന് പൊട്ടണം. പുറമേന്ന് പൊട്ടി ഓംലെറ്റ് ആയി പോയാൽ കഴിഞ്ഞ് അത് അന്നത്തോടെ കഴിയും. പക്ഷെ പുതിയൊരു ജീവൻ എന്ന് പറഞ്ഞാല് അതെന്നും നിലനിൽക്കുന്നല്ലേ. അതേപോലെ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളിന്ന് പൊട്ടണം നമ്മുടെ കാര്യങ്ങൾ എല്ലാം, നമ്മുടെ ഈ ബിസിനസ്സിനോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്. ഇപ്പൊ ABCD കുറിച്ചൊക്കെ പറയാനുണ്ടായിരുന്നു, പറയാൻ സമയമില്ല. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ആദ്യം ശരിയാക്കേണ്ടത്. എല്ലാവരും നല്ലൊരു വെറും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മാത്രം പോരാട്ടോ, നമുക്ക് ഒരുപാട് ആറ്റിറ്റ്യൂഡുകൾ ഉണ്ട്. എന്നാലും ഏറ്റവും മെയിൻ ആയിട്ട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. അതിലുപരി വിന്നിങ് ആറ്റിറ്റ്യൂഡ് വേണം. ഒരുപാട് 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 നല്ല നല്ല ക്വാളിറ്റീസ് ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ മീറ്റിങ്ങും ട്രെയിനിങ്ങും ഒക്കെ അറ്റൻഡ് ചെയ്ത് ഈ ബിസിനസ്സിനെ നെഞ്ചോട് ചേർത്ത്, ഈ അവസരം എനിക്കുള്ളതാണ്, എന്റെ നാളത്തെ വിജയം ഇതിലൂടെയാണ്, എന്റെ ഫാമിലി ഈ ബിസിനസ്സിലൂടെ സേഫ് ആണ്. ഈ കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ കോൺഫിഡൻസിൽ നമുക്ക് പറയാൻ പറ്റും. ശരിക്കും നാളെ കിട്ടുമോന്ന് നമുക്കൊരു സംശയം ഉണ്ടെങ്കിലോ കോൺഫിഡൻസ് പാസ് ചെയ്യാൻ പറ്റൂല. നമ്മുടെ അസോസിയേറ്റിന് നമ്മളെ കൂടെ വരുന്ന ആൾക്ക് ഇത് നമുക്കേ വിശ്വാസമല്ല, പിന്നെ എങ്ങനെ കൂടെ വരുന്നവന് വിശ്വാസം കൊടുക്കുക? അതുകൊണ്ട് കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക എല്ലാവരും, കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക എല്ലാവരും. ആ കാര്യത്തിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് കമ്മിറ്റ്മെന്റ് തന്നാലെ വരും.
അപ്പൊ ആ ഒരു പ്രതിബദ്ധത നമുക്ക് ഈ ബിസിനസ്സിനോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇന്ന് ഈ സൂം മീറ്റിംഗിൽ ഇത്ര സമയം രാവിലെ തന്നെ കയറി ഇത്രയും സമയം എന്നെ കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, സെറ്റീസ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല. ഇതിനു മുമ്പേയും ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിലല്ല ഞാൻ ഉള്ളത്. അപ്പം സാധാരണ ഫാമിലിയിലൊക്കെ ജനിച്ചു വളർന്ന ആളാണ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒക്കെ മൈ ലൈഫിൽ വന്നിട്ടാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ സ്വാതന്ത്ര്യം, എന്താ പറയാ, ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റാങ്ക് ആണല്ലോ ZTC. അപ്പൊ ഞാനും അതിൽ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ച ഇൻകം ഉണ്ട്, മാസ വരുമാനം ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആഴ്ച വരുമാനവും മാസ വരുമാനവും എല്ലാം നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.